ഗുഡ് മോർണിംഗ് എവരി വൺ, വെൽക്കം ടു ലാം പി എസ് സി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കൊമേഴ്ഷ്യൽ പ്ലാനിങ് ആൻഡ് പോളിസീസ് എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത് സെക്കൻഡ് മൊഡ്യൂളിൽ അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ സ്റ്റേറ്റ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്ലാനിംഗ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നതാണ് കൊമേഴ്ഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കൊമേഴ്ഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ വളരെ വാസ്റ്റായിട്ട് ഡൈവേഴ്സായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഇതെന്ന് പറയുന്നത്. പക്ഷെ നമുക്കൊരിക്കലും അത്രത്തോളം ഡെപ്തിലേക്ക് ഇറങ്ങിയിട്ട് പഠിക്കാനുള്ള സമയമില്ല. പഠിപ്പിക്കാൻ നമുക്ക് എന്താ പറയുക, ടോട്ടലായിട്ട് അത്രത്തോളം ഏരിയ കവർ ചെയ്യുക പറയുന്നത് നിങ്ങൾക്ക് അഥവാ പഠിപ്പിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കത് ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടും ഈ ഒരു പെരിഫറൽ ആയിട്ടുള്ള ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് ബിൽഡ് ചെയ്തുകൊണ്ടായിരിക്കും പോകുന്നത്. നിങ്ങൾക്ക് എക്സാമിനേഷനും അതായിരിക്കും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം നോക്കുന്നത് കൊമേഴ്ഷ്യൽ പ്ലാനിങ്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്ന സമയത്ത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രധാനമായിട്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൻ്റർപ്രണർഷിപ്പ് ഗ്രോത്ത് ഇതിന് വേണ്ടിയിട്ടാണ് കൊമേഴ്ഷ്യൽ പ്ലാനിങ് ഓരോ പ്രദേശത്തും അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തും ഓരോ രാജ്യത്തും ചെയ്യാറുള്ളത്. അത് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലും നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വ്യവസായവുമായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തേത് ട്രേഡാണ്, രണ്ടാമത്തേത് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചറാണ്, മൂന്നാമത്തേത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, നാലാമത്തേത് എൻ്റർപ്രണർഷിപ്പാണ്. ഓക്കെ, സോ ആദ്യത്തെ കാര്യം പറയാം. ആദ്യത്തേതാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇപ്പം ഏതൊരു ബിസിനസ് നമുക്ക് സെറ്റപ്പ് ചെയ്യുന്ന സമയത്തും അതിനാവശ്യമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ സെറ്റപ്പ് നമുക്ക് ആദ്യം ഉണ്ടായിരിക്കണം. സേ ഫോർ എക്സാമ്പിൾ ബിൽഡിങ്സ് ആയിരിക്കും, മെഷീനറീസ് ആയിരിക്കും, പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് യൂണിറ്റുകളായിരിക്കാം, അതുപോലെ തന്നെ സ്റ്റോർ ഹൗസ്, വെയർ ഹൗസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇൻവെൻട്രി പോലെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയ ഗോഡൗണുകളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താവശ്യമായിട്ട് വരുന്നുണ്ട്? ഇൻഡസ്ട്രി ആവശ്യമായിട്ട് വരുന്നുണ്ട്. അടുത്തതാണ് ട്രേഡ് എന്ന് പറയുന്നത്. കാരണം ഈ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ അത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? സെല്ല് ചെയ്യേണ്ടതായിട്ട് വരും. ഡെഫിനറ്റ് ആയിട്ടും സെല്ല് ചെയ്യണം. അപ്പോൾ ഈ സാധനം സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചരക്ക് നീക്കാൻ നമുക്ക് സാധ്യമായിരിക്കണം. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഇൻഡസ്ട്രിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ പറയുന്ന ചരക്ക് നീക്കം ആവശ്യമാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് എത്തിക്കണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാർ നിർമ്മാണ ഫാക്ടറിയാണ് എനിക്കുള്ളതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ബാറുകളാണ് ഞാൻ നിർമ്മിക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ TMT സ്റ്റീൽ കമ്പനികളാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? നിർമ്മിക്കുന്നത്. ഇതെനിക്ക് നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കിതിന് അയൺ ഓർ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ജാർഖണ്ഡിലൊക്കെയുള്ള അയൺ ഓറുകളിൽ നിന്ന്, അല്ലെങ്കിൽ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് പ്രദേശത്തൊക്കെയുള്ള ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ റീജിയൻസിലുള്ള ബിലായ്, ബൊക്കാറോ, റൂർക്കേല പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന അയൺ ഓറ് എൻ്റെ ഫാക്ടറിയിലേക്ക് എത്തിക്കണം. അതിനെനിക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ അവിടെ ട്രേഡ് ഫെസിലിറ്റീസ് കൊടുക്കണം. അതിൻ്റെ ഒരു കാര്യം മാത്രമാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപാരമാണ്. ഞാനും നിങ്ങളും തമ്മിലുള്ളൊരു വ്യാപാരം, അതിനെ നമുക്ക് ട്രേഡ് എന്ന് പറയാം. അപ്പോൾ അവിടെ എന്തായിരിക്കും? ഞാൻ നിങ്ങൾക്ക് ചരക്ക് എത്തിക്കുന്നുണ്ട്, നിങ്ങൾ അതിൻ്റെ വില എനിക്ക് നൽകുന്നുണ്ട്. ഇത് രണ്ടും വരുന്ന സമയത്താണ് അത് ട്രേഡായിട്ട് മാറുന്നത്. ഓക്കെ, രണ്ട് കാര്യം വരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ചരക്ക് വിൽക്കുന്നതും അതിൻ്റെ എമൗണ്ട് നിങ്ങൾ എനിക്ക് തരുന്നതും കൂടെ വരുന്ന സമയത്തെ അവിടെ ട്രേഡ് ആകുന്നുള്ളൂ. മറ്റേതെന്താണ്? ട്രാൻസ്പോർട്ടേഷൻ മാത്രമാണ്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഈ പറയുന്ന പോലെ ഫണ്ട് ട്രാൻസ്ഫർ, ഇങ്ങനെ എല്ലാം കൂടെ ആയിട്ടാണ് ട്രേഡ് വരുന്നത്. അപ്പോൾ അങ്ങനെ റോ മെറ്റീരിയൽസ് എത്തിച്ചു, ഞാൻ TMT സ്റ്റീൽ ബാറുകൾ നിർമ്മിച്ചു. അങ്ങനെ TMT സ്റ്റീൽ ബാറുകൾ നിർമ്മിച്ചതിന് ശേഷം ഇത് ഫാക്ടറികളിൽ നിന്ന് എന്ത് ചെയ്യണം? മാർക്കറ്റിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇന്ത്യ മുഴുവനുള്ള മാർക്കറ്റിലേക്ക് ഇതെനിക്ക് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ട്രാൻസ്പോർട്ടേഷൻ നടത്തണം. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഞാൻ TNT സ്റ്റീൽ ബാറുകൾ സെല്ല് ചെയ്യുന്നുണ്ടായിരിക്കും. അവർ ആ പണം തിരിച്ച് എനിക്ക് നൽകും. അപ്പോഴാണ് ആ ഒരു ട്രേഡ് എന്ന് പറയുന്ന സമയത്ത് മ്യൂച്വലാണ്, അത് കംപ്ലീറ്റ് ആവുള്ളൂ. അടുത്തത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഈ പറയുന്ന പോലെ ഇൻഡസ്ട്രി ആരംഭിക്കണം എന്നുണ്ടെങ്കിൽ മൂലധനം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഒരു പക്ഷേ എൻ്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിൽ എനിക്ക് പോയിട്ട് ഒരു സ്റ്റീൽ ഇൻഡസ്ട്രി ആരംഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ അതേസമയം ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ പണം ഇല്ലയെന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിൽ പണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വിവിധ ആളുകളിൽ നിന്നുള്ള പണം സ്വരൂപിച്ചിട്ടായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനൊക്കെ കണ്ടെത്തിക്കൊണ്ട് എൻ്റെ ഇൻഡസ്ട്രിയിലേക്ക് അവരെ കൊണ്ട് നിക്ഷേപിക്കുകയും അത് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഞാൻ ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അടുത്തത് എൻ്റർപ്രണർഷിപ്പ്. ഏതൊരു ബിസിനസ്സിൻ്റെയും നമുക്കറിയാം 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നതാണ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു ഇൻഡസ്ട്രിക്ക് വളരെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞല്ലോ ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അടുത്ത ഒന്നാണ് ലേബർ എന്ന് പറയുന്നത്. ഓക്കെ,
തൊഴിലാളികൾ എന്ന് പറയുന്നത്. അപ്പോൾ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ കൊമേഴ്ഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്ന സമയത്ത് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലേബർ, ട്രേഡ്, ഇൻഡസ്ട്രി. ഇപ്പോൾ ഇൻഡസ്ട്രി എന്ന് പറയുന്ന സമയത്ത് ഇൻഡസ്ട്രികൾ സെറ്റപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലൈസൻസുകൾ, അതിനാവശ്യമായിട്ടുള്ള പെർമിറ്റുകൾ, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻസ് കാര്യങ്ങൾ. ദെൻ അതുപോലെ തന്നെ എൻ്റർപ്രണർഷിപ്പ്. ഇത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരള ഗവൺമെൻറ് എടുക്കുന്ന നടപടികളാണ് കൊമേഴ്ഷ്യൽ പ്ലാനിംഗ് പോളിസികളുടെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, സോ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ക്രിയേറ്റ് എ കോമ്പറ്റേറ്റീവ് ആൻഡ് കൺഡ്യൂസീവ് എൻവിറോൺമെൻറ്റ്, എക്കണോമിക് എൻവിറോൺമെൻറ്റ്, ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്കണോമിക് എൻവിറോൺമെൻറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എവിടെയാണോ ഉള്ളത് അവിടെയായിരിക്കും സ്വാഭാവികമായിട്ടും കമ്പനികൾ പോയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, കിറ്റക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പായിരുന്നു. അപ്പോൾ കിറ്റക്സ് കേരളത്തിൽ അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഗവൺമെൻറ് അത്രത്തോളം ഫ്രണ്ട്ലി ആയിരുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു കൺഡ്യൂസീവ് ആയിട്ടുള്ള എക്കണോമിക് എൻവിറോൺമെൻറ്റ് ഉണ്ടായിരുന്നില്ല. അതായത് ഒരു ബിസിനസ് ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റോ സാഹചര്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇവിടെ ഒരു ബിസിനസ് ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊഴിലാളി യൂണിയൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പലപ്പോഴായിട്ടും പല സംഘടനകളുടെ പണിമുടക്ക് പ്രശ്നങ്ങൾ അതുണ്ടായിരിക്കും. ഇങ്ങനെ പല പ്രശ്നങ്ങൾ, അതായത് ഒരു ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും പണിമുടക്കാണ് നമ്മുടെ കേരളത്തിൽ കൂടുതലായിട്ടും വരുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, തെലുങ്കാനയിലേക്ക് പോയി. അവിടെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എന്ത് വരുന്നുണ്ട്, ബിസിനസ് എൻവിറോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതുകൊണ്ട് അവർ അവിടെ പോയിട്ടാണ് അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആരംഭിച്ചത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കിറ്റക്സിൻ്റെ യൂണിറ്റ് നമ്മുടെ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ആളുകൾക്ക് ഒരുപാട് ജോലി ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടുമായിരുന്നു. കേരളത്തിന് നികുതി വരുമാനം കിട്ടുമായിരുന്നു. സ്വാഭാവികമായിട്ടും ഇപ്പം ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യണം, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കണം. ആ ടാക്സും ഗവൺമെൻറ്റിന് നഷ്ടമായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നഷ്ടം ഇത് കാരണം നമുക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നല്ലൊരു എൻവിറോൺമെൻറ്റ്, ഒരു എക്കണോമിക് എൻവിറോൺമെൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകളും കൂടുതൽ ഇൻഡസ്ട്രികളും അതുവഴി കൂടുതൽ ജോബ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും ഗവൺമെൻറ് കൂടുതൽ ടാക്സ് റവന്യൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഈ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത്, ബ്രിഡ്ജ് ദ പബ്ലിക് സെക്ടർ വെൽഫെയർ ഗോൾ വിത്ത് ദ പ്രൈവറ്റ് സെക്ടർ ഡൈനാമിസം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീസെൻ്റ് ആയിട്ട് വന്നുള്ള ബഡ്ജറ്റ്, ഓക്കെ, റീസെൻ്റ് ആയിട്ടുള്ള ബഡ്ജറ്റിൽ മിഷൻ സമുദ്ര അല്ലെങ്കിൽ ഈ പറയുന്ന സമുദ്ര എന്ന് പറയുന്ന ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പോർട്ട് ലെഡ് ഡെവലപ്മെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ വിഴിഞ്ഞം പ്രോഡക്റ്റ് അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ട് അത് ഒരു പ്രൈവറ്റ് സെക്ടറാണ്. പ്രൈവറ്റ് സെക്ടർ എന്ന് ഞാൻ പറയാൻ കാരണം സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റും ആദാനി ഗ്രൂപ്പും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ പ്രൈവറ്റ് സെക്ടറിനെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ റെയിലുമായിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ KSRTCയുമായിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറൊക്കെ ആയിട്ട് നമ്മൾ അതിനെ ബന്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് സെക്ടറിനെയും അതുപോലെ തന്നെ പബ്ലിക് സെക്ടറിനെയും കൂടെ കണക്ട് ചെയ്യുന്ന സമയത്താണ് അവിടെയുള്ള ചരക്ക് നീക്കങ്ങളും അതുപോലെ തന്നെ അവിടേക്കുള്ള ആക്സസിബിലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, കൂടുന്നത്. ആക്സസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്തേക്ക് എത്താനും അവിടെ നിന്ന് തിരിച്ചു വരാനും നമുക്ക് സാധിക്കുന്നതിനെയാണ് ആക്സസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പബ്ലിക് സെക്ടറും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കേരളത്തിൽ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ പ്ലാനിംഗ് നമ്മുടെ കേരളത്തിൽ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് ആണ്. ആ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കാം. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ദി എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഞാൻ എന്ത് ചെയ്യേണ്ട, ഇവിടെ ഒരു കാര്യം എടുത്ത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു പ്രദേശത്ത് GDP ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നതാണ് ചെറുകിട സംരംഭകർ അല്ലെങ്കിൽ MSME സെക്ടർ. ഓക്കെ, മൈക്രോ സ്മാൾ മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ GDPക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നമ്മുടെ 3 സെക്ടേഴ്സിലൊന്നാണ് സർവീസ് സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 സെക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതലായിട്ട് നമുക്ക് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, കൂടുതൽ തൊഴിൽ സാധ്യതകൾ ഉണ്ടാവുകയുള്ളൂ, അതുവഴി കൂടുതലായിട്ടുള്ള സാമ്പത്തിക വളർച്ച നമുക്ക് കൈവരിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അടുത്തതാണ് ഇൻക്രീസ്ഡ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആൻഡ് ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. ഇൻക്രീസ്ഡ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആൻഡ് ടാക്സ് റവന്യൂ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം, സ്റ്റേറ്റിൻ്റെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കൂട്ടണം, അതായത് നമ്മുടെ GDP എന്ത് ചെയ്യണം, കൂട്ടണം. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ടാക്സ് റവന്യൂ കൂട്ടാൻ പറ്റും. നേരത്തെ ഞാൻ കിറ്റക്സിൻ്റെ കേസിൽ പറഞ്ഞില്ലേ, അവരിവിടെ ഇൻഡസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ടി വന്നേനെ. അങ്ങനെ ടാക്സ് റവന്യൂ നമുക്ക് കിട്ടുമായിരുന്നു. അടുത്തത് റീജിയണൽ ബാലൻസ് ആണ്. അതായത് പല ഇൻഡസ്ട്രികളും പല പ്രദേശത്ത്, ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരള ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രാവൻകൂർ അല്ലെങ്കിൽ നമ്മുടെ ഈ തിരുവിതാംകൂർ ഭാഗത്തേക്കായിട്ടായിരുന്നു ആദ്യകാലങ്ങളിൽ കൂടുതലും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് വരുന്നത്. ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലഘട്ടം നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻഡസ്ട്രികൾ ഈ ആലുവ മുതൽ അല്ലെങ്കിൽ എറണാകുളം മുതൽ സൗത്ത് ഭാഗത്തേക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത്രത്തോളം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് മലബാർ റീജിയനിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇംബാലൻസ് കേരളത്തിൽ നിലനിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നീട് നമുക്ക് കേരളമൊക്കെ രൂപീകൃതമായതിനു ശേഷം ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആണ് പിന്നെയും അതിൽ കുറച്ചെങ്കിലും മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കേരള ഹിസ്റ്ററി ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രൂപത്തിലേക്കാണ് എന്ത് വരുന്നത്, ഈ ഒരു സിസ്റ്റം വരുന്നത്. ഓക്കെ, അടുത്തത് പ്രൊമോട്ട് റീജിയണൽ ബാലൻസ് ത്രൂ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ പാർക്കുകൾ. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ കേരള ഗവൺമെൻറ് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ഇതിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ടെക്നോ പാർക്ക്, സൈബർ പാർക്ക്, ഇങ്ങനെയുള്ള ഡിഫറൻറ്റ് ആയിട്ടുള്ള ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള പാർക്കുകൾ വരുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള പാർക്കുകൾ വരുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഭാഗത്തും ഇൻഡസ്ട്രികൾ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ ഭാഗത്തും സാമ്പത്തിക വളർച്ച ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തിരുവിതാംകൂർ ഭാഗത്ത് മാത്രമായിട്ട് അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ മാത്രമായിട്ടാണ് ഇൻഡസ്ട്രികൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ മാത്രമായിരിക്കും കൂടുതലായിട്ട് പ്രൈവറ്റ് സെക്ടർ ജോബ് ഉണ്ടാകുന്നത്. ഉത്തര കേരളത്തിലുള്ള ആളുകൾ മുഴുവൻ ഈ പറയുന്ന ദക്ഷിണ കേരളത്തിലേക്ക് അല്ലെങ്കിൽ സദേൺ കേരളയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ട സാഹചര്യം വരും. ഇവിടെയുള്ള ആളുകൾ അവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് നമ്മുടെ പോപ്പുലേഷൻ ഡൈനാമിക്സിനൊക്കെ ബാധിക്കും. അപ്പോൾ എല്ലാ പ്രദേശത്തേക്കും ഈ പറയുന്ന പോലെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് നമുക്ക് സാധ്യമായിട്ട് വരണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ എൻകറേജ് ഇന്നോവേഷൻ, ടെക്നോളജി ആൻഡ് അഡോപ്ഷൻ ആൻഡ് എക്സ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ടെക്നോളജി അഡോപ്ഷൻസും അതുപോലെ തന്നെ എക്സ്പോർട്ട്, അതായത് കയറ്റുമതിയിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, വിദേശ നാണ്യം കിട്ടുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഇന്നോവേഷൻ, പുതിയ കണ്ടെത്തലുകളിലേക്ക് നയിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇനി നമ്മുടെ കേരളത്തിലെ ഇൻഡസ്ട്രിയൽ പോളിസിയാണ്. ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പോളിസികൾ നമ്മുടെ കേരളത്തിലെ പല കാലഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എല്ലാ ഇൻഡസ്ട്രിയൽ പോളിസിയും നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഇൻഡസ്ട്രിയൽ പോളിസികൾ മാത്രമായിരിക്കും നമ്മൾ നോക്കുന്നത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ പോളിസി 2023 എന്ന് പറയുന്നത്. ഏറ്റവും റീസെൻ്റ് ആയിട്ട് വരുന്നതും കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ സാധിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയൽ കൊമേഴ്ഷ്യൽ പോളിസി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 22ഓളം സെക്ടേഴ്സ് ഇതിൻ്റെ കീഴിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക്സ്, AI, റോബോട്ടിക്സ്, ടൂറിസം, ഹൈടെക് ഫാമിംഗ്, ലോജിസ്റ്റിക്, വെൽനസ്, ആയുർവേദ, സ്പേസ് ടെക് തുടങ്ങിയിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള സെക്ടേഴ്സ് ഇതിൻ്റെ കീഴിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു കാര്യം ഓർത്ത് വെക്കുക, കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ പോളിസി 2023 ഏകദേശം 22ഓളം പ്രയോറിറ്റി സെക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, മേജറായിട്ടുള്ള എല്ലാ സെക്ടേഴ്സും ഇതിൻ്റെ കീഴിലേക്ക് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു ഇൻഡസ്ട്രി നമ്മുടെ സംസ്ഥാനത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് വേണം, ക്യാപിറ്റൽ വേണം. അപ്പോൾ ഈ ക്യാപിറ്റലിൻ്റെ കേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂലധനം നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് വായ്പയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള മാർഗ്ഗം. ഇപ്പോൾ എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ പണമില്ലെങ്കിൽ ഞാൻ കടമെടുക്കുകയായിരിക്കും ചെയ്യുന്നത്. കടമെടുക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്താണ്, അതിന് ഞാൻ പലിശ കൊടുക്കണം. ഓക്കെ, പലിശ കൊടുക്കണം. അപ്പോൾ പലിശ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് പലപ്പോഴും ഞാൻ എന്ത് ചെയ്യില്ല, കടമെടുക്കില്ല. എന്നാൽ ആ പലിശ നിരക്കിൽ കുറവ് വരുത്തുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, കടമെടുക്കുകയും ഞാൻ ബിസിനസ് തുടങ്ങുകയും ചെയ്യും. അതാണ് ക്യാപിറ്റൽ സബ്സിഡീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഒരു ഭാഗം ഗവൺമെൻറ് എന്ത് ചെയ്യും, നമുക്ക് റെഡ്യൂസ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് ലോൺ എടുത്തുകൊണ്ട് പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി സ്ഥലം രജിസ്ട്രേഷൻ, നിങ്ങൾക്കറിയാം നമ്മുടെ കേരളത്തിലൊക്കെ സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ രജിസ്ട്രേഷൻ ചാർജ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി കാര്യങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്, എക്സംഷൻസ് വരുന്നുണ്ട് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നതായിരിക്കും, സ്ഥലം എടുത്തുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ പുതിയ ഇൻഡസ്ട്രികൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. അതുപോലെ തന്നെ ഇയർ ഓഫ് എൻ്റർപ്രൈസ് ആയിട്ട് 2022-23 എന്ത് ചെയ്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 1.4 ലക്ഷം പുതിയ എൻ്റർപ്രൈസസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് കണക്കുകൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇൻഡസ്ട്രികളിൽ ഏകദേശം 90% പൂട്ടിപ്പോവാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ എൻകറേജ് വുമൺ എൻ്റർപ്രണർഷിപ്പ്. ഓക്കെ, വുമൺ പ്രണർഷിപ്പ് എന്ന് നമ്മൾ സാധാരണ ഒരു ടേം യൂസ് ചെയ്യാറുണ്ട്. വുമൺ എൻ്റർപ്രണർഷിപ്പ് ചുരുക്കിയിട്ട് അത് നമ്മൾ രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് പറയുന്നതാണ് വുമൺ പ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് സ്ത്രീ സംരംഭകത്വം വളർത്തിയെടുക്കുക, അതായത് സ്ത്രീകൾ ലീഡ് ചെയ്യുന്ന, സ്ത്രീകൾ നയിക്കുന്ന പുതിയ ബിസിനസ്സുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തത് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ കേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ വരുന്ന ചില ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്പൈസസ്, പണ്ട് കാലഘട്ടം മുതലേ നമ്മൾ കയറ്റുമതി ചെയ്യുന്നതാണ് സ്പൈസസ് അല്ലെങ്കിൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറൈൻ പ്രൊഡക്റ്റുകൾ, നമുക്ക് ഒരു വലിയ കോസ്റ്റൽ ഏരിയ വരുന്നുണ്ട്. അവിടെ നിന്നുള്ള മറൈൻ പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യാൻ നമുക്കൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കാഷ്യൂ ആൻഡ് കയർ, ഇത് രണ്ടും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ട്രഡീഷണൽ ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. കാഷ്യൂ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്നത് തന്നെ കൊല്ലമാണ്. അപ്പോൾ അത് എക്സ്പോർട്ട് ചെയ്യാൻ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി അവിടെ വരുന്നുണ്ട്. ദെൻ കേരളം എന്ന് പറയുന്നത് എവർഗ്രീൻ ഫോറസ്റ്റ് വരുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ റബ്ബർ നന്നായിട്ട് നമുക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ കേരളം എന്ന് പറയുന്നത് ആയുർവേദയ്ക്ക് പേര് കേട്ടിട്ടുള്ള പ്രദേശമാണ്. അതുപോലെ തന്നെ കളരി മർമ്മ ചികിത്സ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ IT സർവീസസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ IT സർവീസസ് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പുതിയ
IT പ്രൊജക്റ്റുകൾ റീസെൻ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഗവൺമെൻറ് സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ടെക്നോ പാർക്ക് വരുന്നുണ്ട്, സൈബർ പാർക്ക് വരുന്നുണ്ട്, ഇൻഫോ പാർക്ക് വരുന്നുണ്ട്. ഇനി ഇതേ പ്രദേശങ്ങളിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എറണാകുളത്താണെന്നുണ്ടെങ്കിൽ ലുലു ഗ്രൂപ്പിൻ്റെ ട്വിൻ ടവർ വരുന്നുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് നോക്കിക്കഴിഞ്ഞാൽ സൈബർ പാർക്ക് വരുന്നുണ്ട്, ഹൈലൈറ്റ് ഗ്രൂപ്പിൻ്റെ സൈബർ പാർക്ക് വരുന്നുണ്ട്. ഇങ്ങനെ പ്രൈവറ്റ് സെക്ടറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ഈ മേഖലകളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് സെക്ടറും ഈ മേഖലകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിട്ട് എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ ഉള്ളതാണ്. അപ്പോൾ കേരളത്തിൻ്റെ കൊമേഴ്ഷ്യൽ ഡെവലപ്മെൻറ്റിന് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം. അടുത്തത് മേജർ പോർട്ട് ഫെസിലിറ്റേഷൻ ട്രേഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഈ പോർട്ട് ലെഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എസ്പെഷ്യലി ഈ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് പോർട്ട് ലെഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം കേരളത്തിന് അത്രത്തോളം ഒരു 600 കിലോമീറ്ററോളം അല്ലെങ്കിൽ അതിലധികം വരുന്ന ഒരു കോസ്റ്റൽ ഏരിയ ഉണ്ട്. അത് പ്രോപ്പറായിട്ട് നമ്മൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോസ്റ്റൽ ഷിപ്പിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കോസ്റ്റൽ ട്രേഡിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ക്രൂയിസ് ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള പോസിബിലിറ്റീസ്, ഇങ്ങനെ അതുപോലെ തന്നെ ബീച്ച് ടൂറിസം, ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ലോകത്തിൽ തന്നെ അല്ലെങ്കിൽ വളരെയധികം സഞ്ചാരികൾ അട്രാക്ട് ചെയ്യുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ചില ടൂറിസ്റ്റ് പ്ലേസുകളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോവളം അല്ലെങ്കിൽ വർക്കല പോലെയുള്ള പ്രദേശങ്ങളൊക്കെ, അവിടെയുള്ള ടൂറിസം ആക്ടിവിറ്റീസ് വരെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊമോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇതിനടുത്തത് ഇതിന് വേണ്ടിയിട്ട് ഇന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നതാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് എന്ന് പറയുന്നത്. അവിടെ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ട്രാൻസ്ഷിപ്മെൻ്റ് ആണ്. അതായത് ഒരു കപ്പലിൽ വരുന്ന കണ്ടെയ്നേഴ്സിനെ ആ കപ്പലിൽ നിന്ന് മാറ്റിയിട്ട് അടുത്ത കപ്പലിലേക്ക് മാറ്റുക. ഇതിനാണ് നമ്മൾ ട്രാൻസ്ഷിപ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ കൂടുതലായിട്ടും അവിടെ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അപ്പം 2024 ഈ പറയുന്ന വിഴിഞ്ഞം പ്രോജക്റ്റ് വരുന്ന സമയത്ത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായിട്ട് വിഴിഞ്ഞം പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു ഉദാഹരണം കൂടിയായിരുന്നു വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ഡെവലപ്മെൻറ്റുകളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് കേരള സ്പൈസ് പാർക്ക് വരുന്നുണ്ട്. ഓക്കെ, അതും കൂടി ജസ്റ്റ് ഒന്ന് എന്ത് ഓർത്ത് വയ്ക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്പൈസ് ട്രേഡിനെ അല്ലെങ്കിൽ ഈ പറയുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളുടെയൊക്കെ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ രൂപത്തിലും നമ്മുടെ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഈ പറയുന്ന ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്താണ് ഇവിടെ പറയാൻ കാരണം എന്നുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കൊമേഴ്ഷ്യൽ പോളിസിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം എന്ത് ചെയ്തത് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത ഓരോ കാര്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ട്രേഡ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നിങ്ങളത് മൈൻഡിൽ വെച്ചിട്ടായിരിക്കണം കൂടെ വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഓരോ കാര്യങ്ങൾ സ്ട്രക്ചറായിട്ട് ഘട്ടമായിട്ട് ഡിസ്കസ് ചെയ്ത് പോകണം. അപ്പോൾ അതൊക്കെ മൈൻഡിലുണ്ടായിരിക്കണം. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ട് പഠിച്ചു വെക്കണം. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മെക്കാനിസംസ് നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ ആദ്യം വരുന്നതാണ് കേരള ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലേക്ക് വരുന്ന ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ്റെ ഒക്കെ ഒരു കണക്റ്റിംഗ് ഹബ്ബായിട്ട് അല്ലെങ്കിൽ ഒരു ഫൾക്രമായിട്ട് ഒരു സെൻട്രൽ ഏജൻസി ആയിട്ട് നിലകൊള്ളുന്നത് കേരള ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷനാണ്. ദി ആക്ട് ആസ് ദി നോഡൽ ഏജൻസി. കേരളത്തിലേക്ക് വരുന്ന ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻസിനെ കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നതിനും ഡൈവേർട്ട് ചെയ്യുന്നതിനും ഇവർ വളരെ പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അടുത്തതാണ് ഇങ്ങനെ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഏതെങ്കിലും മേഖലകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ക്ലിയറൻസ്. ഇന്ന് നിങ്ങൾക്കറിയാം ഏതൊരു കാര്യത്തിനും രജിസ്ട്രേഷൻസ്, ക്ലിയറൻസ് അല്ലെങ്കിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടണം. അപ്പോൾ അത് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് K-Swift എന്ന് പറയുന്നത്. ഓൺലൈനായിട്ട് സിംഗിൾ വിൻഡോയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഈ ഗവേണൻസിലൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, അതായത് ഇലക്ട്രോണിക് ഗവേണൻസ്. നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാം, അതിൻ്റെ അപ്രൂവലും ഓൺലൈനായിട്ട് തന്നെ കിട്ടുന്നുണ്ടായിരിക്കും. ഇനി അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഗാ പ്രൊജക്റ്റുകൾ, ഇപ്പോൾ വളരെ ലാർജ് സ്കെയിലിൽ വരുന്ന പ്രൊജക്റ്റുകൾ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ആക്ട് 2018 നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് പീരിയോഡിക് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വരുന്നുണ്ട്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് അസൻ കേരള ഗ്ലോബൽ സമ്മിറ്റ് വരുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് കേരള സമ്മിറ്റ് വരുന്നുണ്ട്, ലോക കേരള സഭ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ലോക കേരള സഭ, അതുപോലെ തന്നെ അസൻ കേരള ഗ്ലോബൽ സമ്മിറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് വരുന്നുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദേശികളായിട്ടുള്ള നിക്ഷേപകരെ കേരളത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിന്, കേരളത്തിലുള്ള നിക്ഷേപ സാധ്യതകൾ അവർക്ക് മുമ്പിലേക്ക് തുറന്നു വെക്കുന്നതിന്, അതിനെക്കുറിച്ച് അവരുടെ ഇടയിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധ്യമായിട്ടുള്ള മേഖലകൾ ഏതൊക്കെയാണെന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സുകൾ തമ്മിൽ കൊളാബറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, ഇതെല്ലാം തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഇങ്ങനെ വരുന്ന ആളുകൾക്ക് അവർക്ക് ഇവിടെ ബിസിനസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള പ്രധാനമായിട്ട് വരുന്ന കാര്യമാണ് ബിസിനസ് റീഫോം ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ബിസിനസ് റീഫോം ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രകാരം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് റിപ്പോർട്ട് വരുന്നുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ കേസിൽ കേരളം എന്ന് പറയുന്നത് ടോപ്പ് റാങ്കിങ് സ്റ്റേറ്റ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് റാങ്കിൽ വരുന്ന
വരുന്ന സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് ഈ പറയുന്ന ബിസിനസ് റീഫോം ആക്ഷൻ പ്ലാൻ ആണ്. ഓക്കെ, ബിസിനസ് റീഫോം ആക്ഷൻ പ്ലാൻ ആണ് വരുന്നത്. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, സോ ഡിപ്പാർട്ട്മെന്റ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്, അതായത് DPIIT ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബിസിനസ് റീഫോം ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് പല രൂപത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് വരുന്നതാണ് ഈ പറയുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ചു എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ കേസ് സ്വിഫ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. എൻഡ് ടു എൻഡ് ഓൺലൈൻ ക്ലിയറൻസ് നമുക്ക് കിട്ടും. അതായത് ഗവൺമെൻറ് ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ട് സമയം കളയേണ്ട, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിട്ട് വിത്തിൻ ഫ്യൂ ഡേയ്സ് അത് ക്ലിയർ ചെയ്തിട്ട് ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ക്ലിയറൻസ്, ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ക്ലിയറൻസുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ കേരള മൈക്രോ സ്മാൾ മീഡിയം എൻ്റർപ്രൈസസ് ഫെസിലിറ്റേഷൻ ആക്ട് വരുന്നുണ്ട് 2019. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോ ഡീംഡ് അപ്രൂവൽ എന്ത് വരുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇഫ് ക്ലിയർഡ് നോട്ട് ഗിവൺ ഇൻ ദി 30 days. ഓക്കെ, സോ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. എന്ന് വെച്ചാൽ ഓട്ടോ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 30 ദിവസത്തിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് അതിൻ്റെ അപ്രൂവൽ കാര്യങ്ങൾ MSME ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ കേരള ഹാസ് ഇംപ്രൂവ്ഡ് ഇറ്റ്സ് റാങ്കിങ് അണ്ടർ ദി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഫ്രെയിംവർക്ക് കൺസിസ്റ്റൻ്റ്ലി. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് റാങ്കിങ്ങിലേക്ക് ഇന്ത്യ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഈ പറയുന്ന കൊമേഴ്ഷ്യൽ പോളിസി അല്ലെങ്കിൽ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വന്നിട്ടുള്ളതാണ്. ഇനി നമുക്ക് നോക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നതാണ് ഇവിടെ കേരള ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്, അവരുടെ പ്രൈമറി റോൾ എന്താണെന്നുള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കാം. അപ്പോൾ ആദ്യം വരുന്നതാണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് അവർ പ്രധാനമായിട്ടും നൽകുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഫൈനാൻസിങ്ങിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അത് ഈ പറയുന്ന പോലെ ആവശ്യമായിട്ടുള്ള മൂലധനം കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പ്രൊജക്ട് ഡെവലപ്മെൻറ്റ്, അതിന് വേണ്ടിയിട്ടുള്ള ഐഡിയ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് KSIDC ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കണം, ഇതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. അടുത്തത് കിൻഫ്ര വരുന്നുണ്ട്. പലപ്പോഴായിട്ട് നമ്മൾ കേൾക്കാറുണ്ട് കിൻഫ്ര എന്ന് പറയുന്നത്. കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ് കിൻഫ്ര എന്ന് പറയുന്നത്. ഈ കിൻഫ്ര എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയൽ പാർക്കുകൾ, സ്പെഷ്യൽ എക്കണോമിക് സോൺസ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രികൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ കൂടുതലായിട്ടും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കിൻഫ്രയുടെ കീഴിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള, ഏകദേശം എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ 20-ലധികം ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പാർക്കുകൾ കേരളത്തിലുടനീളം വരുന്നുണ്ട്. ഓക്കെ, അതിൽ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റിന് വേണ്ടിയിട്ടുള്ളത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ എൻഡ് മെഷീനറീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത് വരുന്നുണ്ട്. ഈവൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തീവണ്ടി ബോഗികൾ അത് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് വരുന്നുണ്ട്. ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ത്രൂ ഔട്ട് ദ കേരള കിൻഫ്രയുടെ കീഴിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ ഇൻവെസ്റ്റർ വരുന്നുണ്ടെങ്കിൽ അവരെന്ത് വേണ്ട, അവർ പുതിയ സ്ഥലം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ലാൻഡ് അക്വസിഷൻ, അപ്പം എനിക്കൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എനിക്ക് സ്ഥലം വേണം. കാരണം എന്താണ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ലാൻഡ് എന്ന് പറയുന്നത്. ഒക്കെ നിങ്ങൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നതാണ് ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലാൻഡ് കണ്ടെത്താൻ എനിക്ക് പ്രയാസമില്ല. കാരണം എന്താണ്, ആ ലാൻഡ് എന്ന് പറയുന്നത് അവൈലബിൾ ആയിരിക്കും. കിൻഫ്രയെ സമീപിച്ചാൽ മതി. അവർക്ക് കേരളത്തിലുടനീളം വലിയ ലാൻഡുകൾ അവരുടെ കയ്യിൽ വരുന്നുണ്ട്. ആ ലാൻഡിൽ എവിടെയെങ്കിലും നമുക്ക് നമ്മുടെ ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഡസ്ട്രിയൽ പാർക്ക്, സ്പെഷ്യൽ എക്കണോമിക് സോൺസ്, അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട്, ഇതൊക്കെയാണ് കിൻഫ്ര പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് KSFE വരുന്നുണ്ട്, കേരള സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ എൻ്റർപ്രൈസസ് വരുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും ഇവർ ലോണുകളാണ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പറയുന്ന നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, NBFC എന്ന് പറയും, നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവർ പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, ലോൺ സർവീസസ് തന്നെയാണ്. അങ്ങനെ ലോൺ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരള സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ എൻ്റർപ്രൈസസ് വരുന്നുണ്ട്. അപ്പോൾ ചിട്ടി ബേസ്ഡ് ആയിട്ടുള്ള ഫൈനാൻസിങ്ങും കാര്യങ്ങളൊക്കെയാണ് അവർ കൂടുതലായിട്ട്, കാരണം ചിട്ടിയിലൂടെയാണ് അവർ ഫണ്ട് കണ്ടെത്തുന്നത്. ആ ഫണ്ട് അവർ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുണ്ടായിരിക്കും. അടുത്തതാണ് കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്, KSSIDC എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് KSSIDC വരുന്നത്. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് ഫോം ആയിട്ട് തന്നിട്ട് മാച്ച് ദ ഫോളോയിങ്, അതിൻ്റെ റോൾ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഇയർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നാണോ അത് സ്ഥാപിതമായത് അത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം, ഒന്നും വിട്ടു പോരുത്. KSSIDC എന്ന് പറയുന്നത് ടു സപ്പോർട്ട് MSME സെക്ടറാണ്. ഓക്കെ, അടുത്തതാണ് KDISC എന്ന് പറയുന്നത്, കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലാണ് KDISC എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും കേരളത്തിന് ഒരു ഇന്നോവേഷൻ എക്കണോമി ആയിട്ട്, അതല്ലെങ്കിൽ ഒരു നോളജ് എക്കണോമി ആയിട്ട് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഈ പറയുന്ന ഇന്നോവേഷൻ എക്കണോമി അല്ലെങ്കിൽ നോളജ് എക്കണോമി എന്ന് പറയുന്ന ടേം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ടേമാണ്.
ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ടേമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുക, ഈ പറയുന്നതിൽ ഏറ്റവും അവസാനമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളതും ഈ പറയുന്ന KDISC ആണ്. ഓക്കെ, കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇന്നവേഷൻ അല്ലെങ്കിൽ നോളജ് ബേസ്ഡ് എക്കണോമി ആയിട്ട് കേരളത്തിനെ മാറ്റുക എന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്തത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വരുന്നുണ്ട്, KSUM വരുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. അതായത് നമ്മുടെ കേരളത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചുകൊണ്ട് അവർക്ക് ഒരുപാട് ക്രൈസിസ് അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇനീഷ്യൽ ആയിട്ടുള്ള മൂലധനം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ടെക്നോളജിക്കൽ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ പ്രൊക്യൂർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു മില്ലാണ് ആരംഭിക്കുന്നതെന്ന് വിചാരിക്കുക. അതിന് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട്, നിക്ഷേപം വേണം. അങ്ങനെ ബില്ല് ആരംഭിക്കുന്ന സമയത്ത് അതിന് നിങ്ങൾക്ക് മെഷീനറീസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത് പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ടെക്നോളജിക്കൽ നോളജ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഈ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റുകൾ ബ്രാൻഡ് ചെയ്യുന്നത്, ലേബൽ ചെയ്യുന്നത്, പാക്ക് ചെയ്യുന്നതിനുള്ള ടെക്നോളജി നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ആ ബ്രാൻഡ് ചെയ്ത സാധനങ്ങളെ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ അത് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ, അതിന് വേണ്ടിയിട്ടുള്ള സഹായം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി അതല്ല നിങ്ങളിത് എക്സ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സേവനങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ കീഴിലാണ്. ദെൻ അടുത്തതാണ് നോർക്ക റൂട്ട്. ഈ പറയുന്ന പോലെ പ്രവാസികളായിട്ടുള്ള അല്ലെങ്കിൽ നോൺ കേരളൈറ്റിലായിട്ടുള്ള നോൺ റെസിഡൻറ്റ് കേരളൈറ്റ് ആയിട്ടുള്ള ആളുകളെ വീണ്ടും അവർക്ക് തിരിച്ച് നമ്മുടെ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നോർക്ക റൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ, നിങ്ങൾക്കറിയാം പല ആളുകൾക്കും ദുബായിലോ ഗൾഫിലോ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ബിസിനസ്സുകളും അവർക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും വരുന്നുണ്ട്. അതുപോലെ അവരുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റ്, അവരുടെ ആ സ്കില്ല്, അവരുടെ ആ മൂലധനത്തിന് തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെയും ബിസിനസ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് നോർക്ക റൂട്ട് വഴി നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് MSME ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്, MSME സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റ്. അതിന് വേണ്ടിയിട്ട് എൻ്റർപ്രണർ സപ്പോർട്ട് സ്കീം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡി അപ് ടു 45% ആണ്. അത് SC/ST വുമൺ യങ് എൻ്റർപ്രണേഴ്സിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 45% സബ്സിഡി ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 20 ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഏകദേശം 9 ലക്ഷം രൂപയോളം നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. അതിന് ഒരു ക്യാപ്പൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ലിമിറ്റിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സബ്സിഡി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, യെസ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ പറയുന്ന മിഷൻ മാർജിൻ ഗ്രാൻഡ് ഫോർ ദ ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് MSME സെക്ടേഴ്സ് ഒരു സ്ഥലത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന ഇൻഫോ പാർക്കൊക്കെ പോലെ, ഇൻഫോ പാർക്കിൽ ഒരുപാട് IT ഇൻഡസ്ട്രികൾ വരുന്നുണ്ട്, പല IT ഇൻഡസ്ട്രികൾ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ടാറ്റ കൺസൾട്ടൻസിയുടെ ഇതുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ ബിർളയുടെ ഇതുണ്ടായിരിക്കും. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളുടെ ഒക്കെ IT പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ IT സെല്ലുകൾ ഇവിടെ നിങ്ങൾക്ക് ഇൻഫോ പാർക്കിലും സൈബർ പാർക്കിലും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. വിപ്രോയുടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരെ എല്ലാവരും എന്ത് ചെയ്യാണ്, ഒരു സ്ഥലത്താണ് വരുന്നത്, ഒരു ഇൻഡസ്ട്രിയൽ ലൊക്കേഷനിലാണ് വരുന്നത്. കാരണം അവർക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് അവിടെ കൊടുക്കാം, ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് പൂള് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ സാധ്യമാകും. അതുപോലെ തന്നെ MSME സെക്ടറിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ ഓരോ ലൊക്കാലിറ്റിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഓക്കെ, ക്ലസ്റ്ററുകളായിട്ട് ഡെവലപ്പ് ചെയ്യുക. ക്ലസ്റ്റർ എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് വരുന്നതിനാണ് നമ്മൾ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അടുത്തത് മിഷൻ 1000 വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ് ടു, അതായത് സ്കെയിലിംഗ് 1000 പ്രോമിസിങ് MSME ടു ടേൺ ഓവർ ഓഫ് ദി 100 crore ഈച്ച് ആണ്. ഒരു യൂണിക്കോൺ ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, MSME സെക്ടേഴ്സിനെ വളർത്തിയെടുക്കുക. അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ MSME സെക്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഡ്വാർഫിസമാണ്. അവർ വളരുന്നില്ല. എങ്ങനെയാണോ 5 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ നിലനിന്ന് പോകുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. ഈ ഇൻഡസ്ട്രിയൽ MSME സെക്ടേഴ്സ് അത് വളർന്ന് ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് മാറണം, വലിയ വ്യവസായങ്ങളായിട്ട് മാറണം, അല്ലെങ്കിൽ അത് ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയായിട്ട് മാറണം. അപ്പോഴേ എന്ത് വരുള്ളൂ, അവിടെ നമുക്ക് ഗ്രോത്ത് കാര്യങ്ങൾ വരുള്ളൂ. അടുത്തത് നാനോ ലോൺ ആൻഡ് ദ ഇൻഡസ്ട്രിയൽ ലോൺഡ് സ്കീംസ് വരുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് KFC, അതുപോലെ തന്നെ KSFE, KSIDC, കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഇവിടെ നോക്കാം നമുക്ക് നാനോ ലോണുകൾ, ചെറിയ തരത്തിലുള്ള ലോണുകൾ കിട്ടും MSME സെക്ടേഴ്സിന് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, കേരള ഫൈനാൻസ് കോർപ്പറേഷൻ വരുന്നുണ്ട്, കേരള സ്റ്റേറ്റ് ഫൈനാൻസ് എൻ്റർപ്രൈസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വരുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെ നമുക്ക് സ്മോൾ നാനോ ലോണുകൾ ബിസിനസ്സുകൾക്ക് ആവശ്യമായിട്ടുള്ളത് കിട്ടും. അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് ത്രൂ അഡീഷണൽ സ്കിൽ അക്വസിഷൻ പ്രോഗ്രാം, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. ASAP പ്രോഗ്രാം വരുന്നുണ്ട്. അവിടെ ഈ പറയുന്ന പോലെ അഡീഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ ഇൻഡസ്ട്രീസിലേക്കൊക്കെ വേണ്ട എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ നോളജ് വരുന്നുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ മെഷീൻ എക്യുപ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്രെയിനിങ്സ് ആയിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ASAP വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. കാരണം ഇൻഡസ്ട്രീസിന് എന്ത് ആവശ്യമായിട്ട് വരുന്നുണ്ട്, ലേബേഴ്സിനെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ആ ലേബർ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ASAP പോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്.
ഓക്കെ, യെസ്. ഇനി അടുത്തത് നമ്മുടെ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റമാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് പോളിസി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 2014 നമ്മുടെ കേരളത്തിലാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കണം. അതുപോലെ തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വരുന്നുണ്ട്, KSUM വരുന്നുണ്ട്. അത് 65+ ഇൻക്യുബേറ്റേഴ്സിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ആയിട്ട് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇനി അതുപോലെ തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വരുന്നുണ്ട്, അതും ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങുകൾ വരുന്നുണ്ട്. അതായത് നമ്മുടെ കേരളത്തിൽ വരുന്ന സ്റ്റാർട്ടപ്പുകൾ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റാങ്ക് ചെയ്യുന്നുണ്ട്, അവരുടെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ലോണുകൾ, സപ്പോർട്ടുകൾ, കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, യെസ്. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് അടുത്ത മേജർ ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ സെക്ടറായിട്ട് വരുന്നതാണ് ടൂറിസം എന്ന് പറയുന്നത്. ഓക്കെ, ടൂറിസം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ സെക്ടറാണ്. അപ്പോൾ ആലപ്പുഴ ബീച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹൗസ് ബോട്ട് ടൂറിസം വരുന്നുണ്ട്. കോവളം അതുപോലെ തന്നെ വർക്കല നോക്കുകയാണെങ്കിൽ ബീച്ച് ടൂറിസം അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ടൂറിസം വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ആയുർവേദ സെക്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ വെൽനസ് ടൂറിസം വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇടുക്കി, അതുപോലെ തന്നെ വാഗമൺ, മൂന്നാർ, ദെൻ വയനാട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തേക്കടി പോലെയുള്ള അതുപോലെ തന്നെ നാഷണൽ പാർക്കുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എക്കോ ടൂറിസം എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ കൾച്ചറൽ ടൂറിസം വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ട്രഡീഷൻ നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൾച്ചറൽ ടൂറിസം വരുന്നുണ്ട്, സ്പൈസ് ടൂറിസം വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിനെ സംബന്ധിച്ചിട്ട് കിടക്കുന്നുണ്ട്. ആ ഓപ്പർച്യൂണിറ്റി മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാം, മുതലെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻക്യാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ അതുവഴി നമുക്ക് ഇനിയും വളരാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതിൻ്റെ കൂടെ റീസെൻ്റ് ആയിട്ടുള്ള ബഡ്ജറ്റിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ക്രൂയിസ് ടൂറിസം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ കോസ്റ്റൽ ഏരിയകളിലൂടെ നമുക്ക് ക്രൂയിസ് ടൂറിസം, അതായത് വലിയ ഷിപ്പുകളിൽ, ലക്ഷറി ഷിപ്പുകളിൽ എന്ത് ചെയ്യുക, ഈ പറയുന്ന രൂപത്തിലേക്ക് ക്രൂയിസ് ടൂറിസം അത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഈവൻ ഹെൽത്ത് ടൂറിസം വരുന്നുണ്ട്. കേരളം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഇന്ത്യയെ വെച്ച് നോക്കുന്ന സമയത്ത് ഹെൽത്തിൻ്റെ കേസിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള ഒരു സ്റ്റേറ്റാണ്. അതുകൊണ്ട് തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈവൻ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എത്തുന്നുണ്ട്. കാരണം വിദേശ രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മികച്ച ചികിത്സ വരുന്നുണ്ട്, എന്നാൽ അതേസമയം കോസ്റ്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് വിദേശത്തുള്ള ആൾക്കാർ മുഴുവൻ ഇങ്ങോട്ടേക്ക് ചികിത്സയ്ക്ക് വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇനി ഈ പറയുന്ന കേരള ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മോട്ടോ ആണ് കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് തന്നെ 1989 കേരളത്തിൻ്റെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു കീവേഡാണ്, അല്ലെങ്കിൽ ഒരു മോട്ടോയാണ്. ഓക്കെ, അതും കൂടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇനി അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാറ്റേൺ എന്നൊക്കെ പറയുന്നത് ഗ്ലോബൽ ലെവലിൽ തന്നെ ടൂറിസത്തിനെ റാങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ടൂറിസത്തിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഏജൻസികളാണ് യുണൈറ്റഡ് നേഷൻസ് UNWTO എന്ന് പറയുന്നതും. ഓക്കെ, വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം. ഓക്കെ, സോ അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ് ഈ പറയുന്ന UNWTO. അതുപോലെ തന്നെ പാറ്റ എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ റെക്കഗ്നേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നാഷണൽ ജിയോഗ്രഫിക്കൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിനെ ടോപ്പ് 50 മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷൻ ഓഫ് ദി ലൈഫ് ടൈമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ റീസെൻ്റ് ആയിട്ട് നമ്മുടെ കേരളത്തിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് എടുത്തിട്ടുള്ള മെഷേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്പോൺസിബിൾ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പല ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ചപ്പും ചവറും അതുപോലെ തന്നെ വേസ്റ്റും ഒക്കെ ഇട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, പലപ്പോഴും ഈ നമ്മുടെ കാലിക്കറ്റ് ബീച്ച് പോലും റീസെൻ്റ് ആയിട്ട് റിനോവേറ്റ് ചെയ്തതിന് ശേഷം അവിടെ കൃത്യമായിട്ടുള്ള വേസ്റ്റ് ബിന്നുകൾ വെച്ചിട്ട് പോലും ആളുകൾ തിന്നതിൻ്റെ ബാക്കി ആ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഇട്ട് പോകുന്ന തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അൺലെസ് നമ്മൾ മാറാതെ ഈ പറയുന്ന നമ്മുടെ സൊസൈറ്റി, അല്ലെങ്കിൽ അതായത് സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മൾ മാറാതെ നമ്മുടെ ചുറ്റുപാട് മാറില്ല. ഓരോരുത്തരും ഇൻഡിവിജ്വലി മാറുക. അവനവൻ കഴിക്കുന്ന സാധനം ആ വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയിടാനുള്ള സാമാന്യ മര്യാദ പോലും പലരും കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന ചുറ്റുപാട് ഇതുപോലെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്നത്. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ കാറിലൊക്കെ പോകുന്ന സമയത്ത് ഒട്ടും സംസ്കാരം ഇല്ലാത്ത രൂപത്തിലേക്ക് ആളുകൾ അതെടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുന്നത്. ഓക്കെ, കാണുന്ന സമയത്ത് നമുക്ക് സങ്കടം വരും. കാരണം അവരുടെ വീട്ടിലാണെങ്കിൽ അവർ ഇതുപോലെ വേസ്റ്റ് വലിച്ചെറിയില്ല. അപ്പം ഈ പോകുന്ന സമയത്ത് ഈ സാധനം എടുത്തിട്ട് പുറത്തേക്ക് വലിച്ചെറിയാണ്. അത് നാട് വൃത്തികേടായിക്കോട്ടെ, കുഴപ്പമില്ല, എൻ്റെത് വൃത്തിയായിട്ടിരിക്കണം എന്ന് പറയുന്ന രൂപത്തിലേക്കുള്ള ഒരു മെൻറ്റാലിറ്റിയാണ്. ഓക്കെ, യെസ്, പറഞ്ഞെന്ന് മാത്രം നമുക്ക് പലപ്പോഴും ഇത് കാണുന്ന സമയത്ത് സങ്കടം വരാറുണ്ട്. ഇതുപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ, ലൈക്ക് വിദേശ രാജ്യങ്ങളെ പോലെ ഈ സ്ഥലങ്ങൾ നമ്മുടെ നാടും അതുപോലെ ആയിരുന്നെങ്കിൽ എന്ന്. പക്ഷേ അങ്ങനെ ആവാത്തതിന് കാരണം നമ്മൾ തന്നെയാണ്. ഓക്കെ, ഇൻഡിവിജ്വലി നമ്മൾ എന്ത് ചെയ്യണം, അസസ് ചെയ്തിട്ട് മാറേണ്ട ഒരു കാര്യമാണ്. അടുത്തത് കുമരകം വരുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ ബോട്ട് ടൂറിസത്തിനൊക്കെ വേണ്ടിയിട്ട് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളതാണ് കുമരകം. അതുപോലെ തന്നെ ആലപ്പുഴ ബോട്ട് ടൂറിസം എന്നൊക്കെ പറയുന്നത് കിഴക്കിൻ്റെ വെനീസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്തെന്ന് പറയുന്നത്, ആലപ്പുഴ എന്ന് പറയുന്നത്. നമുക്ക് ഈ പറയുന്ന വെനീസ് പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ ആലപ്പുഴയ്ക്കൊക്കെ വരുന്നുണ്ട്. കാരണം അവിടെ കൾച്ചറൽ വരുന്നുണ്ട്, അഗ്രികൾച്ചർ വരുന്നുണ്ട്, അങ്ങനെ യുണീക്ക് ആയിട്ടുള്ള ഒരുപാട് പോസിബിലിറ്റീസ് നമുക്ക് ഈ പറയുന്ന ആലപ്പുഴയിൽ കിടക്കുന്നുണ്ട്.
ദെൻ നിഷ് സെഗ്മെൻറ്റ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓരോ സെഗ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ടൂറിസം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആയുർവേദ വരുന്നുണ്ട്, ബാക്ക് വാട്ടർ ടൂറിസം വരുന്നുണ്ട്, മൈസ് ടൂറിസം വരുന്നുണ്ട്, അതുപോലെ തന്നെ എക്കോ ടൂറിസം വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പോസിബിൾ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് വരുന്നുണ്ട്. അടുത്തത് റോൾ ഓഫ് ദി IT ആൻഡ് ദ സർവീസ് സെക്ടറാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടെക്നോ പാർക്ക് നിലവിൽ വരുന്നത് നമ്മുടെ കേരളത്തിലാണ്. ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് IT പാർക്കാണ്. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈവൻ ബാംഗ്ലൂർ പോലും IT സെക്ടറിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കേരളത്തിൽ ഇത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫോ പാർക്ക് വരുന്നുണ്ട്. ദെൻ കോഴിക്കോടിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ സൈബർ പാർക്ക് വരുന്നുണ്ട്. ഓക്കെ, ദെൻ അതിൻ്റെ ബാക്കി ഡാറ്റ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ദെൻ അതുപോലെ തന്നെ ഈ IT സെക്ടറിന് ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നതാണ് KFON എന്ന് പറയുന്നത്. ഓക്കെ, കേരള ഫൈബർ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ KSON വരുന്നുണ്ട്. KSON എന്ന് പറയുന്നത് പക്ഷേ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്യാനാണ് KSON വരുന്നത്. KFON എന്ന് പറയുന്നത് നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള പബ്ലിക് ആയിട്ടുള്ള ആളുകളെ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് KFON വരുന്നത്. ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു ബേസിക് റൈറ്റ് ആയിട്ട് എല്ലാവർക്കും കൂടെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് KFON വരുന്നത്, കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സർവീസ് സെക്ടർ കോൺട്രിബ്യൂട്ട് മോർ ദാൻ 60% ഓഫ് ദി കേരളാസ് GSDP. നമ്മുടെ കേരളത്തിൻ്റെ 60% കൂടുതലായിട്ടുള്ള ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ പറയുന്ന സർവീസ് സെക്ടറാണ്. ഓക്കെ, യെസ്. ഇനി നമ്മുടെ ഈ പറയുന്ന കൊമേഴ്ഷ്യൽ പ്ലാനിങ്ങിന് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഇൻഡസ്ട്രിയൽ സ്റ്റാഗ്നേഷൻ ആണ്. നമ്മുടെ ഇവിടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഇല്ല. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് തമിഴ്നാട് ആയിക്കോട്ടെ, ഗുജറാത്ത് ആയിക്കോട്ടെ, മഹാരാഷ്ട്ര ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ ഇൻഡോർ എന്ന് പറയുന്നത്, ഓക്കെ, UPയിലെ ഇൻഡോർ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡോർ എന്ന് പറയുന്നത് തന്നെ ഒരു ഇൻഡസ്ട്രിയൽ സിറ്റിയാണ് ഇൻഡോർ എന്ന് പറയുന്നത്. അവിടെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രികളായിരിക്കും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. പ്രധാനമായിട്ടും സർവീസ് സെക്ടറായിട്ടുള്ള ഇൻഡസ്ട്രികളായിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതുപോലുള്ള സ്ഥലങ്ങളൊന്നും നമ്മുടെ കേരളത്തിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ടും ട്രഡീഷണൽ ഇൻഡസ്ട്രിയും സർവീസ് സെക്ടറിനെയാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ട്രേഡ് യൂണിയനുകളാണ്. മിലിറ്റന്റ് ട്രേഡ് യൂണിയനിസം വരുന്നുണ്ട്. തൊഴിലാളി സമരങ്ങൾക്ക് പേര് കേട്ട സ്ഥലമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഇൻഡസ്ട്രികൾ വരുന്നില്ല, അതുകൊണ്ട് തൊഴിലും ഇല്ല, തൊഴിലാളികൾക്ക് ജോലിയില്ല. ഓക്കെ, അടുത്തത് ലാൻഡ് ലേബർ ഇഷ്യൂ വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹൈ ലാൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. പോപ്പുലേഷൻ വളരെയധികം കൂടിയതുകൊണ്ട്, പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെയധികം കൂടിയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ആളുകളുടെ കയ്യിലുള്ള ലാൻഡ് എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. ഓക്കെ, ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി കാരണം ആളുകൾക്ക് പെർ ക്യാപിറ്റ ലാൻഡ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ വേജ് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാഷണൽ ആവറേജും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം കൂടുതലാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു ഇൻഡസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് കുറഞ്ഞ ചിലവിൽ ജോലിക്കാരെ കിട്ടുന്ന സ്ഥലം ഏതാണോ അവിടെ ആയിരിക്കും നിങ്ങൾ ഇൻഡസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഒരിക്കലും വലിയ സാലറി കൊടുക്കുന്ന സ്ഥലത്തിലുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യില്ല, ഇൻഡസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്യില്ല. കാരണം ഓരോ മാസവും ഓരോ എംപ്ലോയിക്കും, ഇപ്പോൾ കേരളത്തിൻ്റെ കേസിലാണെങ്കിൽ 800 രൂപ അല്ലെങ്കിൽ 1000 രൂപ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ മാസവും കൊടുക്കണം എന്ന് വിചാരിക്കുക. എന്നാൽ UPയിലാണെങ്കിൽ 200 രൂപ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾ 5 പേരെ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ഒരാളെ ജോലിക്ക് വെക്കുന്നതിന് പകരം അവിടെ നിങ്ങൾക്ക് 5 പേരെ ജോലിക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ആ എമൗണ്ടിന്. സ്വാഭാവികമായിട്ടും നിങ്ങൾ UPയിൽ പോയിട്ട് മാത്രമേ നിങ്ങളുടെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുള്ളൂ. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. കേരളത്തിൻ്റെ കേസിൽ വേജ് റേറ്റ് ആർ ഹയർ ദാൻ ദ നാഷണൽ ആവറേജ് ആണ്. നാഷണൽ ആവറേജിനേക്കാളും ഒരുപാട് കൂടിയ വേജ് റേറ്റ് വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് സ്കിൽ മാച്ച് ബിറ്റ്വീൻ ഇൻഡസ്ട്രി നീഡ്സ് ആൻഡ് ദ ഗ്രാജുവേറ്റ് ഔട്ട്പുട്ട്. അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ട് വരുന്ന ഗ്രാജുവേറ്റ്സിന് ഈ പറയുന്ന പോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് അവർ ഏത് സെക്ടറിലാണോ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് അതിൻ്റെ സ്കിൽ അവർക്കില്ല. ആവശ്യമായിട്ടുള്ള പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാർക്കറ്റ് ഓറിയൻറ്റഡ് അല്ല. കാരണം നമ്മുടെ കരിക്കുലം എന്ന് പറയുന്നത് പഴയതാണ്, പണ്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പക്ഷേ നമ്മുടെ ടെക്നോളജി അത് പുതിയതായി. ഇന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, AI സിസ്റ്റംസ് ഒന്നും നമ്മുടെ കരിക്കുലത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എന്നാൽ പുതിയ ലേബർ അല്ലെങ്കിൽ പുതിയ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദി AI ആണ്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ പാസ് ഔട്ട് ആയിട്ട് വരുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് അവർക്ക് സ്കില്ലില്ല. സ്വാഭാവികമായിട്ടും ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന സ്കിൽ അവർക്ക് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ആ സെക്ടറിലേക്ക് ജോലി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നില്ല. അടുത്തത് എൻവിറോൺമെൻറ്റൽ കൺസേൺ ആണ്. കേരളത്തിൻ്റെ കേസിലേക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 40% മലനാടാണ് വരുന്നത്. അല്ലെങ്കിൽ പ്രധാനമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ എക്കോളജിക്കലി സെൻസിറ്റീവ് ആണ്. അതിന് എക്സാമ്പിളാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട്, ഗാഡ്ഗിൽ റിപ്പോർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ പറയുന്ന ഒരു പ്രദേശത്ത് നമുക്ക് പുതിയ ഇൻഡസ്ട്രികൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം അതൊക്കെ എക്കോളജിക്കലി
സെസ്മിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള റീജിയൻസ് ആണ്. ഇനി കോസ്റ്റൽ ഏരിയ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ കോസ്റ്റൽ റെഗുലേഷൻ സോൺ ആണ്. അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, വലിയ ഇൻഡസ്ട്രികൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ തന്നെ കേരളത്തിൻ്റെ ഏകദേശം 60% സ്ഥലവും നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത രൂപത്തിലേക്ക് പോയി. പിന്നെ വരുന്ന ഇടനാട് പ്രദേശം നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും താമസിക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് ഇടനാടാണ്. അപ്പോൾ ആളുകൾ തിങ്ങി താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് നമുക്ക് ഇൻഡസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ അതും പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്നതോട് കൂടിയിട്ട് സ്വാഭാവികമായിട്ടും നമുക്കിവിടെ എന്ത് വരുന്നില്ല, ഒരു ഇൻഡസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റോ സാഹചര്യമോ ഇല്ലാത്ത രൂപത്തിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് കൊമേഴ്ഷ്യൽ ഡെവലപ്മെൻറ്റ് ഇല്ലാത്തതിന്, ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ഗ്രോത്ത് ഇല്ലാത്തതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കൺസേൺ ആണ്, അല്ലെങ്കിൽ കാരണമാണ് എൻവിറോൺമെൻറ്റൽ കൺസേൺസ് എന്ന് പറയുന്നത്, പാരിസ്ഥിതികമായിട്ടുള്ള ആശങ്കകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇനി നമ്മുടെ കേരളത്തിലുള്ള ചില പ്രധാനമായിട്ടുള്ള ഗ്ലോബലായിട്ടുള്ള വേൾഡിൽ തന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ചില പ്രധാനമായിട്ടുള്ള ഇൻഡസ്ട്രികൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിൽമ വരുന്നുണ്ട്, വി-ഗാർഡ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ കല്യാൺ ജ്വല്ലേഴ്സ് വരുന്നുണ്ട്, മുത്തൂറ്റ് ഫൈനാൻസ് വരുന്നുണ്ട്, ജോയ് ആലുക്കാസ് വരുന്നുണ്ട്, മലബാർ ഗോൾഡ് വരുന്നുണ്ട്, ഫെഡറൽ ബാങ്ക് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എം.എ. യൂസുഫ് അലിക്കൊക്കെ ഷെയർ വരുന്ന ഒരു ബാങ്കാണ്. ഏകദേശം 10% ഫെഡറൽ ബാങ്കിൻ്റെ ഷെയർ എന്ന് പറയുന്നത് എം.എ. യൂസുഫ് അലിയുടെ പക്കലൊക്കെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ലുലു ഗ്രൂപ്പ്, ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള ഗ്ലോബൽ ബ്രാൻഡുകളാണ്. അതും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കൂട്ടത്തിൽ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇതോട് കൂടിയിട്ട് പ്ലാനിംഗ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗമായിരിക്കും. ഓക്കെ, യെസ്, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വിഷ് യു എവരിവൺ ഓൾ ദ ബെസ്റ്റ്. സോ താങ്ക് യു എവരിവൺ.